ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ഒരു ക്വിക്കായിട്ടൊരു റീഡിങ് നോക്കാം. ലോങ് വീഡിയോ ഇട്ടാൽ അപ്ലോഡ് ആവാൻ കുറച്ച് പ്രയാസമാണെന്ന്, വൈഫൈ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് എന്താണ് ഇന്നത്തെ എനർജി എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സ് ആണ്. ഇത് ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, ഗ്രാൻഡ് പേരൻസ്, കുട്ടികൾ, പെറ്റ്സ് എല്ലാവരും ഒരുമിച്ചല്ല, പലരും പലയിടത്താണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർ സെപ്പറേഷനില്ല, അതായത് ഇപ്പോൾ ഒരുമിച്ചല്ല, പലയിടത്താണ്, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പലയിടത്താണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരുമിച്ച് വരുന്നതാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഫാമിലി പോലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് കപ്സ്. ഫാമിലി യൂണിയൻ്റെ കാർഡാണ് കേട്ടോ, ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. ദെൻ ഏസ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ഏസ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കമാണ്. പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം, പുതിയൊരു ജോലി കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്ക് പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ആശയം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഇത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നതോ, നിങ്ങളൊരു സംരംഭം തുടങ്ങിയിട്ട് അത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് വികസിപ്പിക്കുന്നതായിരിക്കാം, എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഓൺടർപ്രണർഷിപ്പ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു പരസ്യം കൊടുക്കുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട്. ദെൻ 8 ഓഫ് വാണ്ടാണ്. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഒരു കാത്തിരിക്കുന്ന ഒരു കോളായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, ജോലി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചൊരു ഇമെയിൽ ആയിരിക്കാം. അത്തരത്തിലുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. അതായത് നിങ്ങൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ യാത്ര ചെയ്ത് വരുന്നതായിരിക്കും. ഇതൊരു എയർ ട്രാവലിൻ്റെയും യാത്രയുടെയും കാർഡാണ്. ഇതൊരു യാത്ര നിങ്ങൾ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ കാണാൻ മറ്റൊരാൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. അതാണ് 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഇതൊരു നിശ്ചലമായിരുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കുന്നതായിട്ടും പെട്ടെന്നൊരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ 8 ഓഫ് വാണ്ട് പറയുന്നത്. അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പി തിങ്സ് അല്ലെങ്കിൽ ഹാപ്പി നമ്മളെപ്പോഴും പറയുന്ന പോലെ വെരി ഹാപ്പി ചേഞ്ചസ് ഒക്കെ വരുന്നതാണ് 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങളുടെ ഒരു എഫേർട്ടിനുള്ള ഒരു എപ്പോഴും നമ്മൾ പറയത്തില്ല ഹാർഡ് വർക്ക് വിൽ ബി പേ ഓഫ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിരുന്ന ഒരു എഫേർട്ട്, നിങ്ങളിട്ട ഒരു എഫേർട്ടിന് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് സമൃദ്ധിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പണം വന്നു ചേരുമെന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പണമായിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം, നിങ്ങൾക്ക് കിട്ടാനുള്ളത് തന്നെയാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ കാത്തിരുന്ന പണം എന്നാണ് കേട്ടോ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മജീഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും ഒരു ഡിവൈൻലി കണക്റ്റഡ് ആണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ റിസോഴ്സുകളും ഉണ്ട്. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും നിങ്ങൾക്കതിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റും, ഒന്നാമനാകാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് ആരാധന നടത്താൻ സാധ്യതയുണ്ട്. ആരാധനാലയങ്ങളിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ എന്തെങ്കിലും പ്രത്യേക പൂജകളോ വഴിപാടുകളൊക്കെ നടത്തുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില മനുഷ്യരെ മിസ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളിന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. കാരണം ഹൈലി റിസോഴ്സ്ഫുള്ളാണ്.
ഡിവൈൻലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്ന് എന്ത് ആഗ്രഹിച്ചാൽ അത് നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണെന്നാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ഇന്ന് കള്ളം പറയാനും കള്ളം പറഞ്ഞ് നമ്മളെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധ്യതയുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ 4 ഓഫ് കപ്സ് ഒരു നഷ്ടബോധത്തിലിരിക്കുക, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ്, വേണ്ടായിരുന്നു, ചെയ്തു പോയൊരു കാര്യത്തെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത്, ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നിട്ട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അത് പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ, ആ ഒരു എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് കപ്സ് കേട്ടോ. ലാസ്റ്റ് ഒരു കാർഡ് കൂടെ നോക്കാം. 6 ഓഫ് വാണ്ടാണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ ആരെ കാത്തിരിക്കുന്നോ അയാൾ നിങ്ങളിലേക്ക് വരും. ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് അടുത്തിരുന്ന് കാണാൻ പറ്റുക, ഇതൊക്കെയാണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് റെക്കഗ്നിഷൻ്റെ കൂടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുക, നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയിലോ നീ ഇത്രയൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നീ ചെയ്തത് കൊള്ളാം, സൂപ്പർ എന്നൊക്കെ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഒരു ഘട്ടമാണ്. അപ്പോൾ ഇത് ഒരു സക്സസിൻ്റെയും വിക്ടറിയുടെയും കാർഡാണ്. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ സെക്കൻഡ് സ്റ്റേജാണ്. അപ്പോൾ നിങ്ങളൊരു രണ്ടാമതൊരു ഘട്ടം പൂർത്തിയാക്കുന്നു, അതിൻ്റെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു എനർജിയാണ് 6 ഓഫ് വാണ്ട്. പിന്നെ ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങളെ കാണാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് അടുത്തിരുന്ന് കാണുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് ആണ്. ഒരു നിഗൂഢത, കുറച്ച് ഇൻഡ്യൂട്ടീവ് ആയിരിക്കും നന്നായിട്ട്. അതുപോലെ നിങ്ങൾ കുറച്ച് കൂടുതൽ നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. അത്തരത്തിലൊക്കെ ഉള്ള എനർജിയാണ് ഈ പറഞ്ഞ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഫാമിലി യൂണിയൻ ഉണ്ട്. അത് ഫാമിലി പോലെ ഇരിക്കുന്നവർക്ക് ഫാമിലി യൂണിയൻ ഉണ്ട്. അതല്ലാതെ സെപ്പറേഷനിൽ നിൽക്കുന്ന ലവേഴ്സിനാണെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നുള്ളത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. ഇന്നൊരു വളരെ നല്ല ദിവസമാണ്. ഇന്ന് എനിക്ക് ഏറ്റവും മനോഹരമായ ദിവസമാണെന്ന് ആലോചിക്കുക. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടി ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.